Hi friends, welcome back to my channel Table Treats. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് രണ്ട് ഐറ്റംസുമായിട്ടാണ്, തഹീനി പേസ്റ്റും eggless മയോണൈസും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് തഹീനി പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് വെളുത്ത എള്ള എടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് ആ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒലിവ് ഓയിലാണ്. ഇതിനാവശ്യമായ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കാരണം നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാൻ മാത്രം ഓയിൽ ആവശ്യമുണ്ട്. അപ്പം അത്രയും ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് തരിതരിപ്പുണ്ട്. അതൊന്നുകൂടി ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ തഹീനി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബർഗറൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട, വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇത് നമുക്ക് എഗ്ലെസ് മയോണൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അതിനുവേണ്ടി 1/2 കപ്പ് തണുത്ത പാലെടുത്തിട്ടുണ്ട്. തണുത്ത പാൽ തന്നെ എടുക്കാൻ നോക്കാം. ഇതിലേക്ക് 1 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. 1/2 കപ്പ് പാലിന് 1 കപ്പ് വെജിറ്റബിൾ ഓയിൽ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലാണ് വേണ്ടത്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടത്. അപ്പോൾ ഓയിൽ അല്പാൽപ്പായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. 1 കപ്പ് ഓയിൽ ചിലപ്പോഴേ നിങ്ങൾക്ക് വേണ്ടി വരും. കാരണം നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ് വേണോ അത്രത്തോളം എടുത്താൽ മതി. കാരണം 1/4 കപ്പ് ഓയിൽ കൊണ്ട് തന്നെ നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടും. കൂടുതൽ തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ആ 1 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ 1/4 കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ എനിക്ക് ഇത്രത്തോളം തിക്നെസ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇതുപോലെ കിട്ടിയില്ലെങ്കിൽ 1 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വിനീഗർ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. അപ്പോൾ പലർക്കും മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള മയോണൈസ് ഇഷ്ടാവാറില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പാൽ ഉപയോഗിച്ച് ചെയ്ത് നോക്കിയാൽ ഇഷ്ടപ്പെടും. അപ്പോൾ നോക്കിയാൽ എൻ്റെ ക്രീമി ആയിട്ടുള്ള മയോണൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.